365 ദിവസം എടുക്കും സണ്ണിന് ചുറ്റും ഒരു റെവല്യൂഷൻ അടിക്കാൻ. അതാണ് എർത്തിന്റെ ടൈം പീരീഡ് ഓഫ് ഇയർ. 365 ഡേയ്സ്. അതിന് നമ്മൾ ഒരു വർഷം വിളിക്കാം. നമ്മൾ ഒരു വർഷം വിളിക്കുന്നത് നമുക്കൊരു വർഷം എടുക്കും ആ കറങ്ങി എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ വീനസ് നോക്കിയാൽ 224 ദിവസം എടുക്കുള്ളൂ. അതിന്റെ ടൈം പീരീഡ് കുറവാണ്. മെർക്കുറിനെ നോക്കിയാൽ 88 ദിവസത്തിലേക്ക് ഇറങ്ങിയെത്തും. ഒരു വർഷം വേഗം തീരും. അപ്പോൾ നിങ്ങൾ മെർക്കുറിയിലേക്കാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ വേഗം മരിക്കും. അങ്ങനെയാണോ? അല്ല. കാരണം 88 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് 9th 8th എത്തും. ഈ ക്രിസ്മസ് എക്സാം ഓണം എക്സാം ഉണ്ടാവില്ല. ഒരൊറ്റ പരീക്ഷ, ഹാഫ് ഇയർലി എക്സാം, പബ്ലിക് എക്സാം. അപ്പൊ സിലബസ് ഒക്കെ കുറയും. ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ സോളിഡ് റൊട്ടേഷൻ വരെ ഉണ്ടാവുള്ളൂ. മെർക്കുറിയാണ് റൊട്ടേഷൻ വരെ തീർന്നു. +1 തീർന്നു. ബാക്കിയുള്ള +2. അപ്പൊ അത്ര ഉള്ളൂ പഠിക്കാം. പകുതി വേഗം തീർന്നു. പരിപാടി തീരും. ഭാഗ്യം. കാരണം എന്താണ്? നമ്മൾ തന്നെ ജൂപ്പിറ്ററിലൊക്കെ ആയിരുന്നെങ്കിൽ അവിടുത്തെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രയ്ക്കും ഓൾമോസ്റ്റ് 12 വർഷത്തിന് തുല്യമായിരിക്കും. അപ്പൊ ജൂപ്പിറ്ററിലൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ 12 വർഷം പഠിക്കണം. 12 വർഷം. സാർ ഒരു വർഷം തന്നെ പഠിക്കാൻ പറ്റും. ഒരു വർഷം പോട്ടെ, ഒരു മാസം തന്നെ ഞങ്ങൾക്ക് പഠിക്കാമായിരുന്നു. 12 വർഷം പഠിച്ചിട്ട് വേണം ഒരു ക്ലാസ് പാസ്സാവാൻ. ഞങ്ങൾ പഠിക്കുന്നില്ല. പോയിന്റ് മുമ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദൂരേക്ക് പോകുന്നതോറും പ്ലാനറ്റിലും സണ്ണിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതോറും ടൈം പീരീഡ് കൂടി വരും. 29.5 ഇയേഴ്സ് ഒരു സർക്കിൾ അടിക്കാൻ വേണ്ടിയിട്ട് ടൈം പീരീഡ് ആണ്. 84 ഇയേഴ്സ് 165 ഇയേഴ്സ് 165 വർഷം ഒരു സർക്കിൾ അടിക്കണം. ഇത് കൂടുന്നുള്ള ആരും കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ആർക്കെങ്കിലും പറ്റും, ചിലപ്പോൾ എനിക്ക് പറ്റും, ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. നിങ്ങൾ കുറച്ചുകൂടി കഷ്ടപ്പെട്ടാൽ, കുറച്ചുകൂടി ജീവിതത്തിലൊക്കെ ഹാർഡ് വർക്കിംഗ് ആയ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. ദൂരം കൂടുന്നോറും ടൈം പീരീഡ് കൂടും. ഓക്കെ, പക്ഷെ ദൂരം കൂടുന്നോറും എത്ര ടൈം പീരീഡ് കൂടും? എത്ര വർഷം എടുക്കും? ഈ 84 ഇയേഴ്സ് ആണെന്നും 165 വർഷമാണെന്നും കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് വെക്കുമോ? പക്ഷെ അത് കാൽക്കുലേറ്ററിനെ കൊണ്ടുപോകും.